ഏവർക്കും നമസ്കാരം. ഞാനിന്ന് ഇരിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു ക്ഷേത്രമാണ് മലനട എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ. ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ആചാരം, അതിൻ്റെ വിശ്വാസങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന, കൃത്യമായിട്ട് കാലങ്ങളായി വർഷങ്ങളായി ഫോളോ ചെയ്യുന്ന ഒരു രണ്ട് വ്യക്തികളുടെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലനടയുമായിട്ട് ബന്ധപ്പെട്ട് 2-3 വിഭാഗം ആൾക്കാർ ചേർന്നിട്ട് ഒരു തർക്ക വിഷയം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തർക്കം പരിഹരിക്കുന്നതിനായി ഏത് കോടതിയിലാണ് കേസ് വന്നിരിക്കുന്നത്? ഇപ്പോൾ സിവിൽ കോടതി, ശാസ്താംകോട്ട സിവിൽ കോടതിയിൽ ഈ വിഷയം തർക്ക പരിഹാരത്തിനായിട്ട് പോയി എങ്കിലും അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവ് ഇനിയും വരാനിരിക്കെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ വീണ്ടും തർക്കങ്ങൾ ഒരുപക്ഷെ ഉരുത്തിരിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ ഉത്സവവും വരാനിരിക്കെ അതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് ഇതിൻ്റെ വിശ്വാസവും ആചാരവും ഫോളോ ചെയ്യുന്നവരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു തർക്ക വിഷയം ഇതിലേക്ക് വരുന്നതെന്ന് വിശദീകരിക്കുക. അതായത് ഇപ്പോൾ കോടതിയിൽ ഈ ഒരു വിഷയം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്? 2022 പുതിയ ഭരണസമിതി സ്ഥാനമേറ്റു. ആ ഭരണസമിതിയിൽ എല്ലാ വർഷവും കയറുന്ന പോലെ ഭരണസമിതി അംഗങ്ങൾ നമ്മളുടെ ആയാലും കുടുംബത്തിൻ്റെ ആയാലും ഭാഗത്തുനിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ആചാരത്തിൽ മാറ്റം വരുത്തുന്നത് കണ്ടുകൊണ്ട് ചോദ്യം ചെയ്തു ആദ്യം തുടക്കം. പിന്നെ അവർ ആ ആചാരങ്ങളിൽ മാറ്റം പൂർണ്ണമായും വരുത്തുന്നത് വന്നതുകൊണ്ടാണ് നമ്മൾ ആ തർക്കത്തിൽ തുടക്കമിട്ടത്. അതിനെ എതിർത്തു എന്ന രീതിയിലാണ് അവർ നമ്മളെ മറ്റു രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. അവിടെയാണ് തർക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. കോടതിയിൽ ഇപ്പോൾ ഈ വിഷയം ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതിന്റെ ഒരു ഉത്തരവ് ഇപ്പൊ പിന്നെ സഹോദരന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടല്ലോ. അതെ. അപ്പൊ ഈ ഉത്തരവിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉത്തരവ് വന്നത് പൂർണ്ണമായി കേസ് പരിഹരിച്ചു എന്നുള്ളത് തന്നെയാണ് വാസ്തവം പറയുന്നത്. പൂർണ്ണമായി പരിഹരിച്ചു എന്നല്ല, വന്നതല്ല. ഇത് ശരിക്കും ഇതിന്റെ കോടതിയിലേക്ക് പോയത് നമ്മളല്ല. നിലവിൽ വർഷങ്ങളായി നടന്ന ആചാരം മൊത്തം മുടക്കിയിട്ട് മലയുടെ ദേവസ്വം ആണ് നേരിട്ട് ഈ കൊട്ടാരത്തിനെതിരെയും ആ ആചാരങ്ങൾക്കെതിരെയും റിട്ട് ഫയൽ ചെയ്തു. ആ ഫയലിൽ അതിൽ ഡിസ്ട്രിക്ട് കളക്ടർ 1-ാം പ്രതിയായിരുന്നു. അങ്ങനെ കുറേ നിയമപാലകരും ഉണ്ടായിരുന്നു. അപ്പം അതിൽ നമുക്കാണ് അനുകൂലമായ വിധി വന്നത്. അവസാനം ആ ഉത്സവത്തിന് കടത്താശ്ശേരി തീരുമാനിക്കുന്ന ഒരാളെയും സഹോദരാളെയും വെച്ച് കാര്യങ്ങൾ നടത്താനാണ് ഹൈക്കോടതി തീരുമാനിച്ചത്. നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കോടതിയോട് പറയാനുള്ളതും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ടുള്ള ഒരു നിലപാടെന്താണ്? നമുക്ക് നിലപാടെന്ന് പറഞ്ഞാൽ അവർ ഉത്സവം ആഘോഷിക്കുകയോ ആഘോഷിക്കാതിരിക്കുകയോ എന്തോ ആയിക്കോട്ടെ, നമുക്കതൊന്നും ബാധിക്കുന്ന കാര്യങ്ങളല്ല, നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. നമുക്ക് ആവശ്യം, അവിടെ കുറേ ആചാരങ്ങളുണ്ട്, നൂറ്റാണ്ടുകളായി കൈമാറി വന്ന ആചാരങ്ങളുണ്ട്. അതൊരിക്കലും മാറ്റാനോ മാറ്റപ്പെടുത്താനോ നമുക്ക് താല്പര്യമില്ല. അത് അതുപോലെ നിലനിന്ന് തന്നെ പോകണം, ഇനിയുള്ള കാലവും ഇനി അങ്ങോട്ടും. അതാണ് നമ്മളുടെ ആവശ്യം. മറ്റൊരു ആവശ്യം നമുക്കില്ല. അതിപ്പോൾ ഉത്സവം ഏത് രീതിയിൽ നടത്തുന്നതിനോ അല്ലെങ്കിൽ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് തിങ്ങുന്ന വിശ്വാസികളുടെ താല്പര്യങ്ങൾക്കോ യാതൊരുവിധ എതിരഭിപ്രായം ഒന്നും തന്നെയില്ല. പക്ഷേ ഈ കാലങ്ങളായി തലമുറകളായി നടന്നുകൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ അതുപോലെ നിലനിൽക്കണം. അത് തന്നെയാണ് നിങ്ങളുടെ ആചാരം. തീർച്ചയായും. പക്ഷെ ഇതിന് ഈ ഒരു നിലപാടിനെ അവരെന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്ന് മനസ്സിലാവില്ല. അതെന്താണെന്ന് നിലപാടെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ആചാരങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോലെ അല്ല, കുറച്ച് വ്യത്യസ്തമാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് കാണാൻ ആൾക്കാർ വരും. മാത്രമല്ല, ഒരു 37ഓളം ആചാര ചടങ്ങുകളുണ്ട് ഒരു വർഷം. ഈ 37ഓളം ചടങ്ങുകളിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ആചാരങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. ഇത് കാണാനായിട്ട് ശരിക്കും ആൾ വരുന്നുണ്ട്. അപ്പം വർഷങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ പെട്ടെന്ന് അവരിഷ്ടത്തിന് സ്ഥാനം മാറ്റിക്കഴിഞ്ഞാൽ നാട്ടുകാർ അല്ലെങ്കിൽ പൊതുജനം അവരോട് ചോദിക്കും. അത് അറിഞ്ഞുകൊണ്ടാണ് അവർക്ക് കൊട്ടാരത്തിൽ നടത്തിയേ പറ്റൂ എന്ന അവസ്ഥയിലോട്ട് അവരെത്തിയത്. കൊട്ടാരത്തിൽ നടത്തണമെങ്കിൽ നമ്മളുടെ പൂർണ്ണ പിന്തുണ വേണം. അപ്പം അതും പറ്റില്ല, ഒന്നും അവർക്ക് പറ്റത്തില്ല. ഞങ്ങൾ ഇടിച്ചു കയറി അല്ലെങ്കിൽ തല്ലി തകർത്തകർത്തി നടത്തും എന്നൊരു രീതിയിലോട്ട് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ പോലീസിന്റെ ഒരു ഭാഗത്തുനിന്ന് എന്ത് സപ്പോർട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അതായത് ഇതിന്റെ ഈ ക്ഷേത്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടുത്തെ വിശ്വാസ ആചാരങ്ങളും തന്നെയാണ്. അല്ലാതെ ഒരു ക്ഷേത്രത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഉത്സവമോ അല്ലെങ്കിൽ കെട്ടുകാഴ്ചകളോ ഒന്നും തന്നെയല്ല. ഈ വിശ്വാസം തന്നെയാണ് ഈ ക്ഷേത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ ആ ഒരു വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സംരക്ഷണം? അടുത്തൊരു മീറ്റിംഗ് കൊണ്ടുമ്പോൾ നമ്മളെ വിളിച്ചിരുന്നു, DSP ഓഫീസ് വിളിച്ചിരുന്നു. നമ്മളവിടെ ചെന്നപ്പം അവർ പറഞ്ഞു, നിങ്ങളാണ് കുടുംബം, നിങ്ങളുടെ കുടുംബത്തിൽ തുടങ്ങിയെങ്കിൽ തന്നെയും എല്ലാ പൂജ നടക്കുന്നുള്ളൂ ഞങ്ങൾക്ക് വിശ്വാസമായി. പക്ഷെ എങ്കിൽ തന്നെ അവർ നോട്ടീസ് അടിച്ചു പോയി. അവർ ആചാരം ചെയ്യാൻ വരുമ്പോൾ, അവരുടെ രീതിയിൽ ആചാരം ചെയ്യാൻ വരുമ്പോൾ ഞങ്ങളത് മുടക്കിക്കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തടയാൻ ചെന്ന് കഴിഞ്ഞാൽ അത് ക്രമസമാധാനം നഷ്ടപ്പെടും. പോലീസുകാർ 2 പേരെ
ആൾക്കാരെ ഒന്നെങ്കിൽ നിങ്ങളെയോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരെയോ അറസ്റ്റ് ചെയ്ത് നാട്ടുകാർ നിങ്ങളെ ഇടിക്കുക ആക്രമിക്കുന്ന രീതി വരും. അതുകൊണ്ട് ഞങ്ങളുടെ ആചാരം സംരക്ഷിക്കാനോ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനോ പറ്റത്തില്ല. അത് പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മറ്റുള്ളവർ പൂജ ചെയ്യാൻ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്ന അവസ്ഥയാണ് അവസ്ഥയാണ്. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. അത് മാത്രമല്ല പ്രേക്ഷകർ, നിങ്ങൾ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന തർക്കങ്ങളെ ഒരു കാരണവശാലും നമുക്കത് നിയന്ത്രിക്കുന്നതിനപ്പുറമാണ്. മിക്ക ക്ഷേത്രങ്ങളും നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പൊ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പാണ് പരസ്യമായിട്ട് ക്ഷേത്ര വളപ്പിൽ തന്നെ ഒരു ബാലനെ എന്ന് പറയാം, ഒരു സ്കൂൾ പയ്യനെയാണെന്ന് തോന്നുന്നു ഉപദ്രവിച്ചത്. അത്രമാത്രം ഉപദ്രവിച്ച് അത് കൊല്ലപ്പെടുകയും ചെയ്തു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പോലീസിന്റെ കൈകളിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന പല വസ്തുതകളും പല കാര്യങ്ങളുണ്ട്. പക്ഷെ അവര് വേണ്ട രീതിയിൽ അതിനെ നിയന്ത്രിക്കാതിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആക്രമണങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ശൂരനാട് ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അനിഷ്ട സംഭവങ്ങൾ. അന്നും ഇതുപോലെ തദ്ദേശീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ വീട് കയറി ഉപദ്രവിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ അത് നമുക്ക് ഇന്നും അത് കാണാൻ സാധിക്കും. അപ്പൊ ഞാനിപ്പോ ഈ ഒരു വിഷയത്തില് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം, ഇപ്പൊ ഉത്സവം നടക്കാനിരിക്കെ ഇതൊരു തർക്ക വിഷയത്തിൽ നിൽക്കുന്ന ക്ഷേത്രം തന്നെയാണ്. അപ്പൊ പൊതുവെ ഇതിന്റെ ഒരു സാഹോദര്യവും ഒരു സമത്വവും ഇല്ലാതെ തന്നെ ഈ ക്ഷേത്രം ഉത്സവത്തിലേക്ക് നീങ്ങുമ്പോൾ തർക്കങ്ങൾ വീണ്ടും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പോലീസിന് അത് എത്രമാത്രം നിയന്ത്രിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പം ഡിവൈഎസ്പി പോലും ഇപ്പൊ സ്ഥലം ഈ ഒരു വിഷയത്തിൽ ഡിവൈഎസ്പി ഇടപെട്ടു എന്നാണ് പറയുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആർക്കൊപ്പമാണ് നിൽക്കുന്നതെന്നുള്ളത് വ്യക്തമല്ലാത്ത രീതിയിലാണ് ഈ ക്ഷേത്രത്തിന്റെ ആചാര സംരക്ഷകരായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ഈ ക്ഷേത്രമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ പോലും പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഒരു സംരക്ഷണം ഇവർക്ക് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ കോടതിക്ക് പോലും ഇവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്, കടമയുണ്ട്. കോടതി ഇവർക്ക് ഒപ്പം തന്നെയാണ്. കാരണം കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസത്തെ ആചാരത്തെയും കോടതി പോലും അംഗീകരിക്കുമ്പോൾ പോലീസിന് മാത്രം എന്താണ് ഒരു വിഭിന്ന അഭിപ്രായം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ പോലീസിന്റെ ലക്ഷ്യം ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിശ്വാസികളെ ഒരു കലാപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പോലീസ് സമൂഹത്തോട് ചോദിക്കാനുള്ളത്. പോലീസിനുള്ളിലെ എല്ലാവരോടും അല്ല പറയുന്നത്, പോലീസിൽ തന്നെ ക്രിമിനൽ മൈൻഡുള്ള ചില വ്യക്തികളോടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു സമാധാന അന്തരീക്ഷമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ ആചാര വിശ്വാസമായിട്ട് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇവരുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകണം. അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് അറിയാൻ തയ്യാറാകണം. അല്ലാതെ ഈ ക്ഷേത്രത്തിന്റെ വിശ്വാസവും ആചാരവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പുറമേ നിന്ന് വരുന്നവരുടെ വാക്കുകൾ കേട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ ഒരു ഊരാക്കുടുക്കിൽ പെട്ടുകൊണ്ട് അഭിപ്രായം പറയാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സംഭാഷണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അഭിമുഖത്തിൽ അവസാനമായിട്ട് ഒരു ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടി എന്താണ് ഇവരുടെ നിലവിലെ അഭിപ്രായം, അല്ലെങ്കിൽ നിലവിൽ എന്താണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഇനി നിങ്ങൾക്ക് എന്താണ്? ഞങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് നിലപാട് തന്നെയാണ്. കാരണം ഞങ്ങളുടെ ഈ ഒരു ആചാരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവന്റെ തുടിപ്പാണ്. അല്ലാതെ പണത്തിന് വേണ്ടിയോ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഈ ദേവസ്വത്തിന് ഞങ്ങൾ മെമ്പർമാരുണ്ട്. ഞങ്ങൾക്ക് SMB 1977 SMB ഓർഡർ പ്രകാരം ഞങ്ങൾക്ക് അവിടെ നേരിട്ട് ഇടപെടാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഈ അധികാരം പോലും അവർ പറയുന്നത് അങ്ങനെ ഇല്ല, SMB ഓർഡർ ഒന്നും അല്ല എന്ന രീതിയിലുള്ള അങ്ങനെയാണ് അവരുടെ രീതി. അപ്പോൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആചാരം നിലനിർത്തിയേ പറ്റൂ. അതിന് ഏത് രീതിയിലായാലും ഞങ്ങളത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഒരു മാറ്റം ഉണ്ടാകത്തില്ല. കാരണം പല പ്രാവശ്യങ്ങളിലും നമ്മൾ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞ പട്ടികജാതിക്കാരാണ്, അങ്ങനെ തന്നെ മുമ്പ് നോക്കി പറഞ്ഞിട്ടുണ്ട്. പട്ടികജാതിക്കാര് പറയാൻ നമുക്ക് കേൾക്കണ്ട. വേറൊരു കൂടി ഇടയ്ക്ക് ഒന്ന് നോട്ട് ചെയ്ത് പറയണം, നമ്മുടെ സംരക്ഷണം പ്രത്യേകം ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളൊരു അവകാശം നമുക്കുണ്ട്. അതായത് തദ്ദേശീയരായിട്ടുള്ള ഇവിടുത്തെ SC ST ആദിവാസി സമൂഹമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാരങ്ങളെ കൃത്യമായിട്ട് സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടുത്തെ കോടതിക്കും പോലീസിനും ഉണ്ട് എന്നുള്ളത് ആ ഒരു വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ ഈ പ്രവർത്തിക്കുന്നത് മുഴുവൻ. അതെ. കാരണം ഈ പറഞ്ഞ കേസ് പോലും പെൻഡിങ്ങിൽ സിവിൽ കോർട്ടിൽ ഇരിക്കുമ്പോൾ ഈ പറയുന്ന DYSPക്ക് ആരാണ് ഓർഡർ കൊടുത്തു എന്ന് നമുക്കറിയില്ല. കാരണം ഈ പറയുന്ന ഉത്സവം നടക്കട്ടെ ആയിരിക്കാം, നമുക്കതിനെക്കുറിച്ചൊന്നും തീർച്ചയായും പറയാൻ പറ്റില്ല. പക്ഷേ രാഷ്ട്രീയം നന്നായി എല്ലാവരും ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന വ്യക്തി അദ്ദേഹം ദേവസ്വം മെമ്പറാണ്. അദ്ദേഹത്തിന് ഇതുവരെ കമ്മിറ്റിക്ക് വിളിക്കില്ല.
അങ്ങോട്ട് ചെന്നാൽ ഞാൻ കമ്മിറ്റി ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവിടുന്ന് എഴുന്നേറ്റ് പോയി വേറെ കമ്മിറ്റി അപ്പുറത്ത് പോയി കൂടാതെ കമ്മിറ്റി കൂടുന്നൊരു നമ്മുടെ ഉടമ്പടി പ്രകാരം കമ്മിറ്റി കൂടാൻ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്തൊരു കോമ്പൗണ്ട് ഉണ്ട് അവിടെ കൂടാൻ പറ്റത്തുള്ളൂ. അവരവിടെ കമ്മിറ്റി കൂടാതെ ഈ പറയുന്ന മെമ്പർമാരുടെ സ്വന്തം വീടുകളിലും പ്രോപ്പർട്ടിയിലും പോയി കമ്മിറ്റി കൂടുന്ന ഒരു അവസ്ഥയിൽ വരെ എത്തിയിരിക്കുകയാണ്. അപ്പൊ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ യാതൊരുവിധ കാര്യങ്ങളും ഇടപെടരുത് എന്നുള്ളതാണ് അവരുടെ തീർച്ചയായും. കാരണം ഇത് നിലവിൽ അത് നമ്മൾ ഒരിക്കലും കുറച്ച് കാണുന്നതല്ല. നമ്മുടെ പൂർവികന്മാർ പലരും വിദ്യാഭ്യാസ കുറവുണ്ടായിരുന്നു. അവരന്ന് ഇവർക്ക് ശരിക്കും അടിയറോ പറഞ്ഞിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് തിരിച്ച് വാങ്ങിയത് അത്ര. കാരണം ഇതല്ലായിരുന്നു ഇവിടുത്തെ. കാരണം ഇവിടെ വരുമ്പോൾ അവർ പറയുന്നത് ചെയ്തു പോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞങ്ങളൊരു 13-15 കൊല്ലം കൊണ്ട് ഇത്രയും തിരിച്ചു പിടിച്ച് വാങ്ങിയതാണ്. കാരണം ഞങ്ങൾക്കധികം പ്രായമില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ ഇങ്ങോട്ട് ഇതിനകത്ത് ഫൈറ്റ് ചെയ്ത് തന്നെ നേടിയതാണ്. അതിൽ നിന്ന് ഇപ്പം വീണ്ടും അവർക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കരുത്. കാരണം കോടതി അല്ലെങ്കിൽ ലോ എന്ന രീതിയിൽ നിയമപരമായി അവർക്ക് ഒരു രീതിയിലും നമ്മളെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. കാരണം തെളിവുകൾ നമ്മൾക്കാണ്, അനുകൂലമായ തെളിവുകളും കാര്യങ്ങളും. ഇനിയിപ്പോൾ അടുത്ത ഈ കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ഒരു ഫൈനൽ ഓർഡർ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പലയിടത്തും പോയപ്പം പല വാക്കുകളും കേൾക്കുന്നത് നോ എന്നുള്ളൊരു ഇതാണ്. അത് പോലീസും മറ്റുള്ളതും. പക്ഷേ കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാരണം ഇല്ലെങ്കിൽ അവർ കൊടുത്ത റിട്ടിന് ഞങ്ങൾക്ക് അനുകൂലമായ വിധി വരണമെങ്കിൽ ഇതിനെന്ത് വേണ്ടി തെളിവുകൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കോടതി പോയ കഥ എന്താ ചേട്ടാ, നമ്മൾ ഇതിന്റെ കോടതി താഴെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ വരെ നമ്മുടെ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവരായിട്ട് ബന്ധപ്പെട്ട് പേപ്പറും കാര്യങ്ങളും മാറ്റി വെക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മളിത് പറയുമ്പോഴും ഈ ഒരു വിഷയം ഉയർന്നു വരുമ്പോഴും കേരളത്തിലെ അത്യാവശ്യം വലിയൊരു സമൂഹം ഈ ഒരു കല അല്ലെങ്കിൽ ഈ ഒരു സംസ്കാരത്തെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറയുന്നത്, ഇപ്പം നമ്മൾ ആലപ്പുഴയുടെ ഒരു വലിയ കലാകാരൻ എന്നുള്ള രീതിയിൽ വളർന്നു വരുന്ന പ്രമോദ് വെളിയനാടിന്റെ മാടൻ മോക്ഷം എന്ന് പറയുന്നൊരു നാടകം നിങ്ങൾക്ക് അറിയാം. ആ നാടകം കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ മലനടയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ആചാരത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെ ആരാണ് എതിർക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആ നാടകത്തിലൂടെ കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഞാൻ ഈ വീഡിയോ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇനി വരും ദിവസങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.